ഗൈസ്, അപ്പം ഞാനിന്നുള്ളത് സരസ്വതി ഹോട്ടലിലാണ്. നമ്മുടെ അമ്മമ്മയുടെ കട തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് വ്ളോഗിലിടാന്ന്. ഇന്ന് നമ്മുടെ കടയിൽ 2 സർവൻസ് ലീവാണ്. സോ ഇന്ന് സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കടയ്ക്ക് വരാം, ഇന്ന് ഒരു ദിവസം മുഴുവൻ കടയിലൊക്കെ നിൽക്കാം, അമ്മയ്ക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വിചാരിച്ചു. അങ്ങനെ എനിക്കൊരു വ്ളോഗും കൂടി ആയല്ലോ ഗൈസ്. കട തുടങ്ങിയിട്ട് 5 മാസം ആയെങ്കിലും ഞാൻ വ്ളോഗ് ഇതുവരെ എടുത്തിട്ടില്ല. കാരണം എപ്പോഴും ഞങ്ങൾ ഫുൾ ടൈം ഒന്നും കടയിൽ നിൽക്കാറില്ല, ഇടയ്ക്ക് വരും, ഫുഡ് കഴിക്കും പോകും. ഇന്ന് 2 സർവൻസ് ലീവ് ആയതുകൊണ്ട് തന്നെ അമ്മമ്മയായിരുന്നു ചായ ഇടലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് പുട്ടുകുറ്റി വെച്ച് അതിൽ ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കട രാവിലെ 6 മണിക്ക് തുറന്നിട്ട് ഉച്ച ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്കും കഴിയും. വൈകിട്ട് ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ല ഗൈസ്. പിന്നെ ഇവിടുത്തെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇഡലി, ആപ്പം, പുട്ട്, കടല, പിന്നെ പത്തിരി, ഉഴുന്നുവട, പരിപ്പ് വട, ഇതൊക്കെ ആയിരുന്നു രാവിലത്തെ സ്പെഷ്യൽ. കുറച്ച് പേർക്കുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആപ്പം ഒക്കെ കടയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതാണോ എന്ന്. അല്ല ഗൈസ്, നമ്മളിവിടെ നല്ല നാച്ചുറൽ ആയിട്ട് അമ്മമ്മ വീട്ടിൽ നല്ല ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. വീട്ടിലല്ല, കടയിൽ. ഇവിടുത്തെ പകുതി മുക്കാൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇഡലി ആയാലും ആപ്പം ആയാലും ദോശ ആയാലും. കാരണം അമ്മമ്മ എല്ലാം ഗ്രൈൻഡറിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഒന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് ആണോ എന്ന്. അപ്പം അതിനുള്ള ആൻസേഴ്സ് ആണ് ഗൈസ് ഇതൊക്കെ. തിരക്കുള്ളപ്പോൾ അമ്മമ്മയെ വന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ആപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കടയിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ ഇതുപോലെ നല്ല ചൂടോടുള്ള ആവി പറക്കുന്ന ആപ്പമാണ് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതേ അടുപ്പത്ത് ഇഡലി ആയിരുന്നു രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇതേ ചോറിനൊക്കെ അരി ഇടുന്നുണ്ടായിരുന്നു. അമ്മമ്മയായിരുന്നു അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തിരക്കായതുകൊണ്ട് അമ്മ ഇതേ വിറകൊക്കെ കൂട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അവലത്തെ ഇഡലി, ആപ്പം, ദോശ, പിന്നെ കറികളും എല്ലാം തന്നെ സെറ്റായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ, മുളക് ചമ്മന്തി, ചട്നി എന്നിവ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ കുറച്ച് കമ്മിയായപ്പോൾ ഞാൻ ഇരുന്ന് കഴിച്ചു ഗൈസ്. ഇഡലി ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കട സൺഡേ ഹോളിഡേ ആണ് കേട്ടോ. സൺഡേ ഫസ്റ്റൊക്കെ കട ഉണ്ടായിരുന്നു, ഇപ്പോഴൊക്കെ സൺഡേ ലീവാണ്. ഇനി ഉച്ചയ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ബീട്രൂട്ട് തോരനൊക്കെ അടുപ്പിൽ വെന്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത് നല്ലോണം ആവിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബീട്രൂട്ട് തോരനും പിന്നെ ഒരു കൂട്ടും അച്ചാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഓരോ ദിവസം ഓരോരോ സംഭവങ്ങളായിരിക്കും. ഇന്നലെ മസാലക്കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് മോര്, രസം, സാമ്പാർ എല്ലാം സെറ്റായിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ശനിയാഴ്ച കൊണ്ട് കുമ്പളങ്ങിയും കോഴിയുണ്ട്. അതാണ് നമ്മുടെ ശനിയാഴ്ചത്തെയും ബുധനാഴ്ചത്തെയും സ്പെഷ്യൽ. 12:30 ആകുമ്പോഴത്തേക്കും ഉച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ജിലേബി മീനാണ്. ഇത് 3 വെച്ച് വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വറുത്തിടുമ്പോഴത്തേക്കും ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോകും. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. പിന്നെ ഇന്നത്തെ ഡബിൾ ഓംപ്ലേറ്റ് ഒക്കെ ഞാനായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗൈസ്. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. പിന്നെ ഇത് പാർസൽ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ ഇത് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ കടയിൽ ഓൾ റൗണ്ടർ നമ്മുടെ അമ്മമ്മയാണ്. കാരണം ഓടി നടന്ന് എല്ലാ പണിയും ചെയ്ത് ഇത്രയും തിരക്ക് വന്നപ്പോൾ അമ്മമ്മയായിരുന്നു എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കടയിൽ ഒരു 1 മണി തൊട്ട് 2 മണി വരെ നല്ല തിരക്കായിരിക്കും ഇതുപോലെ. അപ്പോഴായിരുന്നു നമ്മുടെ കുട്ടി പട്ടാളങ്ങൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നാളെ കട ഓപ്പണിംഗ് ആയതുകൊണ്ട് ശ്രീകുട്ടി അവൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.